നമസ്കാരം. പുതുവർഷവുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇത്. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏവർക്കും വിവിധ തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാകണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഏവരും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ നടക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ നടക്കുമോ? നിങ്ങളുടെ പുതുവർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇത്. തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാകുന്നു. ആദ്യത്തെ ചിത്രം ഉപ്പന്റെ ചിത്രമാകുന്നു. വളരെയധികം പ്രാധാന്യമുള്ള ഒരു പക്ഷിയാണ്. രണ്ടാമത്തെ ചിത്രം 2 മൈനയാണ്. ഇത്തരത്തിൽ വളരെ വിശേഷമായ 2 പക്ഷികളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിനായി ഏവരും ആദ്യം കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയെ ഈ സമയം പ്രാർത്ഥിക്കുക. പുതുവർഷത്തിൽ ആഗ്രഹ സാഫല്യങ്ങൾ വന്ന് ചേരണം, ആഗ്രഹം നടക്കണം എന്ന് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. കൂടാതെ സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്നുകൂടി പ്രാർത്ഥിക്കുക. ഏവരും ഈ സമയം കണ്ണുകൾ അടച്ച് ഈ കാര്യങ്ങൾ ഇഷ്ടദേവതയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതാണോ, ഈ പക്ഷികളിൽ ഏത് പക്ഷിയെയാണ് ആദ്യം കണ്ടത് എങ്കിൽ ആ പക്ഷിയെ തിരഞ്ഞെടുക്കുക. ആ പക്ഷിയുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് പരാമർശിക്കാൻ പോകുന്നത്. ഏവരും ഒരു പക്ഷിയെ, ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പറയാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ പ്രാർത്ഥിച്ചത് ഏത് ദേവതയോടാണ് എങ്കിൽ ആ ദേവതയുടെ നാമം അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പുതുവർഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്പം ദീർഘമായ പൂജയാണ് ഇത്. ഏവരെയും ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. കഷ്ടതകൾ വളരെയധികം അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ച് പോന്നവരാകുന്നു. ഇപ്പോഴും അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. എന്നാലും മനസ്സിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ഇപ്പോഴും അത്തരത്തിൽ ചില അസ്വസ്ഥതകൾ നിങ്ങൾക്കുണ്ട്. ചില ചിന്തകൾ, കാട് കയറിയുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ട്. ആ ചിന്തകൾ നിങ്ങളെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. വളരെയധികം ആഘാതം നിങ്ങൾക്ക് വരുത്തി വയ്ക്കുന്ന ചില ചിന്തകളാകുന്നു. എന്നാൽ നിങ്ങൾ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു കാര്യം, ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും പുതുവർഷത്തിൽ ആ ആഗ്രഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ആ ആഗ്രഹത്തിന് വേണ്ടിയ പരിശ്രമങ്ങൾ നടത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാകുന്നു. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ആ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ മറക്കാതെ ആരാധിക്കേണ്ട ഒരു ദേവതയുണ്ട്. അത് സാക്ഷാൽ കുടുംബദേവതയാകുന്നു. നിങ്ങളെ ഏത് ആപത്തിലും അകപ്പെട്ടാലും ആദ്യം ഓടിയെത്തുക കുടുംബദേവതയാകുന്നു. അതിനാൽ തന്നെ വളരെയധികം പ്രാധാന്യം കുടുംബദേവതയ്ക്ക് നാം നൽകുക തന്നെ വേണം. ത്യാഗങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല വ്യക്തികൾക്കുമായി ബന്ധപ്പെട്ടുമാകാം. എന്നാൽ ഇനി വിഷമതകൾ നിങ്ങൾക്ക് വന്നു ചേർന്നാൽ പോലും അത് ധൈര്യത്തോടെ നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കും. അത്തരത്തിൽ മനസ്സ് മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഏത് കാര്യവും ജീവിതത്തിൽ നടക്കും. കാരണം ഇഷ്ടദേവത നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന കാര്യമാണ് പുതുവർഷത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു വർഷം കൂടിയാണ് 2024. എല്ലാ ആഗ്രഹങ്ങളും എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുക തന്നെ ചെയ്യും. എത്ര കഠിനാധ്വാനം ചെയ്യുവാനും മടിയില്ലാത്തവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ
ദേവതയുടെ കടാക്ഷം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. ബന്ധുക്കൾ പലപ്പോഴും സഹായിക്കാൻ എത്തും എങ്കിലും ചില അവസരങ്ങളിൽ അവർ നിങ്ങളെ പ്രതീക്ഷിച്ചതുപോലെ സഹായിക്കണം എന്നുമില്ല. അതിനാൽ പൂർണ്ണമായും അവരെ വിശ്വസിച്ച് മാത്രം ഏത് കാര്യത്തിനാണ് എങ്കിലും ഇറങ്ങി പുറപ്പെടുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു അവസരമാണ് ഉണ്ടാവുക. പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ രോഗബാധ പെട്ടെന്ന് ഏൽക്കുന്നവരാണ് എങ്കിൽ പോലും അത്തരം അസുഖങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് മാറും എന്നുകൂടി മനസ്സിലാക്കുക. മുൻകൂട്ടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിച്ച് തുടങ്ങുവാൻ സാധിക്കും. അത് ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ തന്നെയാകുന്നു. ദീർഘദർശനം ഉള്ളവരാണ് നിങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ദീർഘദർശനത്തോടെ നിങ്ങൾക്ക് മുൻപോട്ട് നീങ്ങുവാൻ സാധിക്കുക തന്നെ ചെയ്യും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാപ്പ് നൽകുന്നവരാണ് നിങ്ങൾ. ശത്രുക്കൾക്ക് പോലും അല്ലെങ്കിൽ പല വ്യക്തികൾക്ക് പോലും ഇത്തരത്തിൽ മാപ്പ് നിങ്ങൾ നൽകിയിട്ടുള്ളവരാകുന്നു. അത് നിങ്ങളുടെ മനസ്സിന്റെ നന്മയാണ് എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുവാൻ ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ട്. അത് ഈശ്വര കടാക്ഷം നിങ്ങളിൽ വിളങ്ങി നിൽക്കുന്നതിനാണ് എന്ന കാര്യവും ഓർക്കുക. രണ്ടാമത്തെ ചിത്രമായ 2 മൈനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാകുന്നു. അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതുമാണ്. കുടുംബത്തിൽ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നു എന്നത് വാസ്തവമാകുന്നു. ഐക്യം വേണ്ടത്ര ഇല്ല. കലഹങ്ങളുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്. ഇനി നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. 2024 എന്ന പുതുവർഷത്തിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം വീണ്ടും കിട്ടും. കാരണം ചില തർക്കങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിന്നും ഉണ്ടാകും. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനാൽ കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും, നന്മ വന്നു ചേരും, സന്തോഷം തിരികെ എത്തും എന്ന കാര്യം ഓർക്കുക. നിരവധിയാർന്ന മനക്ലേശങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഈ മനക്ലേശങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷമായി മാറും. അത്തരത്തിലുള്ള സന്തോഷങ്ങൾ കടന്ന് വരാവുന്നതാകുന്നു. ഉടനെ തന്നെ ചില നഷ്ടങ്ങൾ അത് നിങ്ങൾക്ക് തിരികെ പിടിക്കുവാൻ സാധിക്കും. ആ നഷ്ടങ്ങൾ മൂലം ഉണ്ടായിരുന്ന വിഷമങ്ങൾ അകലുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആരെയും മനസ്സറിഞ്ഞ് ദ്രോഹിക്കാത്തവരാണ് നിങ്ങൾ. അതിന്റെ ഈശ്വരാധീനവും നിങ്ങളിലുണ്ട്. എന്ത് കാര്യവും അളന്നു തൂക്കി ചെയ്യുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും വരും വരായികളെ കുറിച്ച് ചിന്തിക്കില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ ചില അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതാകുന്നു. വലിയ ആഡംബരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല എന്നത് വാസ്തവമാകുന്നു. എന്നാൽ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് താനും. പ്രശംസ ആഗ്രഹിക്കാത്തവരാണ് നിങ്ങൾ. പെട്ടെന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു വർഷം 2024 മാറും എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ സ്വഭാവത്താൽ, പെരുമാറ്റത്താൽ, വാക്ചാതുര്യത്താൽ, അങ്ങനെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ സഹായിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ വന്നു ചേരാം. പുറമെ എത്ര സന്തോഷത്തിലാണ് എങ്കിലും ഒരു ദുഃഖം മനസ്സിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ആ വിഷമവുമായി ബന്ധപ്പെട്ട് മനസ്സിന് സ്വസ്ഥതയില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ഏത് ആപത്തിലും വിശ്വാസം കൈവിടാതെ നിൽക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതെപ്പോഴും ഓർത്തിരിക്കുക. മറ്റുള്ളവരുടെ വിഷമതകൾ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അലസതയുണ്ട്. ആ അലസത മാറ്റിവയ്ക്കേണ്ട ഒരു വർഷമാണ് 2024. പെട്ടെന്ന് സംതൃപ്തി ഉണ്ടാകുന്നവരാണ് നിങ്ങൾ. ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ സംതൃപ്തി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഇത്. എന്നാൽ വിശ്വാസം കൈവിടരുത് എന്ന കാര്യം ഓർക്കുക.
തോൽക്കും എന്ന് ഉറപ്പിച്ച ചില കാര്യങ്ങൾ പോലും വിജയം നേടുവാൻ സാധിക്കും. അപ്പോൾ അനിവാര്യമായത് ആത്മവിശ്വാസവും ഈശ്വര വിശ്വാസവുമാകുന്നു. തീർച്ചയായും രണ്ടും നിങ്ങളിൽ വന്നു ചേരും. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നടക്കണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നവരാകുന്നു. എന്നാൽ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യത അല്പം കുറവാണ്. എന്നിരുന്നാലും പുതുവർഷത്തിൽ അത് നടക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. പക്ഷേ ശ്രമങ്ങൾ, ആത്മാർത്ഥമായ ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ 2024 നിങ്ങളുടെ വർഷമായി തന്നെ മാറും.